നമ്മളിപ്പോൾ സ്പോർട്സിലാണ് ഇട്ടേക്കുന്നത്. ആ ത്രോട്ടൽ പുഷ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവുക. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ കുറേ കാലത്തിന് ശേഷം നമ്മൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ടെസ്ലയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ. നമുക്ക് ആദ്യം ഈ സൈബർ ട്രക്കിൻ്റെ ഡിസൈൻ എങ്ങനെ വന്നു എന്ന് പറയാം. എലോൺ മസ്കിൻ്റെ മോൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു മഹാൻ നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. കാരണം പുള്ളിയുടെ മോൻ ചോദിച്ചു, ഇപ്പോഴത്തെ കാർസ് എല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഈ സൈബർ ട്രക്ക് എന്നുള്ള ഈ പ്രോപ്പർ ഡിസൈൻ തന്നെ പുള്ളി കൊണ്ടുവന്നത്. അതിനുശേഷം പുള്ളി കുറേ ഡിസൈൻസും കാര്യങ്ങളും ചെയ്ത് പുള്ളിക്ക് സാറ്റിസ്ഫാക്ഷൻ വരാതിരുന്നിട്ട് ജെയിംസ് ബോണ്ടിൻ്റെ ഒരു മൂവിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ടൈപ്പ് കാറ് വാങ്ങിച്ച് പുള്ളി ഡിസൈൻ ടീമിനെ ഏൽപ്പിച്ചു. ഡിസൈൻ ടീമാണ് ഇപ്പം നമ്മുടെ പുറകെ കിടക്കുന്ന പോലത്തെ നല്ല ഫ്യൂച്ചറിസ്റ്റിക്, സീരിയസ്ലി ഇത് പറയുവാണെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് തന്നെ പറയാം. പുള്ളി ട്രക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് ട്രക്ക് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ജസ്റ്റ് എക്സ്റ്റീരിയർ ഒന്ന് ആദ്യം നോക്കി നോക്കാം. നമുക്ക് ഈ സൈഡിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഭയങ്കര മെറ്റാലിക് ആയിട്ടൊരു പ്രോപ്പർ ഹ്യൂജ് ബോഡിയാണ്. ഇതെല്ലാം നമുക്ക് മറ്റേ പ്രോപ്പർ മെറ്റാലിക് ബോഡിയാണ്. നമ്മുടെ കാറിൽ വരുന്ന നോർമലായിട്ടുള്ള സാധാ മെറ്റലല്ല, ഇതിന് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെറ്റൽ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ സ്പേസ് എക്സ് റോക്കറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു മെറ്റൽ ബോഡിയാണ് വന്നിരിക്കുന്നത്. സോ ഇത് ബുള്ളറ്റ് പ്രൂഫുമാണ്. ഇത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കാറ്റഗറി വരെയാണ് ബുള്ളറ്റ് പ്രൂഫ്. ഇത് പുള്ളി എന്ന ഇവൻറ്റിൽ പുള്ളി പരിചയപ്പെടുത്തുന്ന സമയത്ത് പുള്ളി ഹാമർ ഇട്ടും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഇതിൽ വെടിവെച്ച് ഹാമർ ഇട്ടും ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഇതെനിക്ക് റിവ്യൂ പർപ്പസിനായിട്ട് ടെസ്ല വന്നൊരു വണ്ടിയാണ്. സോ എനിക്ക് അതുകൊണ്ട് അത്രയും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അത്യാവശ്യം നൈസാണ്. എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ അടിക്കാൻ എനിക്ക് അത്ര വിശ്വാസം പോരാ. പക്ഷേ ഞാൻ ഇവിടെ അടിക്കും. ഇങ്ങോട്ട് തിരിയുവാണെങ്കിൽ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് ജിഷ്ണുവിൻ്റെ വണ്ടി, അത് എൻ്റെ വണ്ടി. ജിഷ്ണു വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വന്നതാണ്. കാരണം ഇത് എൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജിഷ്ണുവിനൊന്ന് ഓടിച്ചു നോക്കണമെന്ന് പറഞ്ഞു. സോ ഞാൻ പുള്ളിയും കൂടെ കൊണ്ടുവന്നു. സോ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ഇതിൽ പ്രോപ്പറായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നോർമൽ ഇവിടെയും ഒക്കെ മെറ്റാലിക് ആയിട്ടുള്ള ബോഡീസാണ് വരുന്നത്. അപ്പാർട്ട് ഫ്രം ദിസ് മെറ്റൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഈ മനോഹരമായ ഒരു LED സ്ട്രിപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെയാണെങ്കിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് നമുക്കൊരു DRL ഹെഡ്ലൈറ്റ്. ഇതും നമുക്ക് ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് നൈറ്റ് റൈഡൊക്കെ വരുന്നത്. ഇപ്പം ഞാൻ കാനഡയിൽ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളും ഉള്ള സമയത്താണ്. അപ്പം ഇത് പ്രോപ്പറായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഞാൻ വിൻ്റർ ടൈമിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് കുറേ വണ്ടീസ് ഞാൻ കണ്ടായിരുന്നു സൈബർ ട്രക്കിൻ്റെ. സോ ഇത് സീരിയസ്ലി ഭയങ്കര യൂസ്ഫുള്ളാണ്, എസ്പെഷ്യലി വിൻ്റർ ടൈമിൽ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ടോ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഒരു സാധനമുണ്ട്. ഇത് റീസെൻ്റായിട്ടൊരു വീഡിയോ ഒക്കെ റിലീസ് ഉണ്ടായിരുന്നു. സൈബർ ട്രക്ക് ഫ്ലൈറ്റിൻ്റെ എഞ്ചിനും ടോ ചെയ്തുകൊണ്ട് പോകുന്നത്. അതൊരു 500,000 LB ഉള്ള എഞ്ചിൻ ടോ ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനൊക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ അതിമനോഹരമായ, എനിക്ക് തോന്നുന്നു ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏതൊരു വണ്ടിയിലും ഉള്ളതിലും മറ്റേ ഏറ്റവും ഭയങ്കര വലിയൊരു വൈപ്പറാണ് ഇതിന് എലോൺ മസ്ക് കൊടുത്തിട്ടുള്ളത്. സോ ഇതൊരു ഭയങ്കര യുണീക്കായിട്ടൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഹുഡും വിൻഷീൽഡും ഒറ്റ സിംഗിൾ സ്ട്രെച്ചിലാണ് വന്നേക്കുന്നത്. ഇതങ്ങനെ പൊതുവെയുള്ള ബാക്കി കാറുകളിലൊന്നും കണ്ടിട്ടില്ല. നോർമലി ഇവിടെ ഒരു ബെൻഡ് കാണും, അവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വിൻഷീൽഡും പരിപാടിയും വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്നുള്ളൊരു കാര്യമാണ്, ഇതിൽ വാഷർ ഫ്ലൂയിഡും വൈപ്പറും എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത്. നമ്മുടെയൊക്കെ കാറിൽ ഇവിടെ ചെറിയൊരു വാട്ടർ നോബാണുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ വിൻഷീൽഡ് ചെളിയാകുമ്പോഴത്തേക്കൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ഈ ഒരു വിൻഷീൽഡ് വൈസറിൽ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഡിഫൻഡറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മെക്കാനിസമാണ്. നമ്മുടെ ഈ ഒരു വൈപ്പറിൽ തന്നെയാണ് വെള്ളം വരുന്ന സെറ്റപ്പ് ഉള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് വെള്ളം വരുന്ന സെറ്റപ്പ്. അപ്പം നമുക്ക് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, നമുക്കധികം പ്രോപ്പർ ഇതിപ്പം നമ്മൾ ഹൈവേ കൂടുതൽ പോകുന്ന സമയത്ത് വെള്ളം വീണ് ക്ലിയർ ചെയ്യാനുള്ളൊരു ടൈം, അത് ചില സമയം നമ്മുടെ വണ്ടിയിൽ ഭയങ്കര 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 സ്ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ലോ എന്ന് വെച്ചാൽ 1 or 2 സെക്കൻഡ്സേ കാണത്തുള്ളൂ. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഡിഫൻഡറിലൊക്കെ ഉള്ളതുപോലെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യും. വെള്ളം വീഴുന്നതോടുകൂടി തന്നെ വൈപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നമുക്ക്
സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് ലോങ് റൈഡ് പോകുന്നതാണ്. സോ ഇതിൽ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എക്സ്റ്റീരിയർ അത് നോർമൽ ടെസ്ലയിലുള്ള കാര്യമാണ് എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിൽ ഫ്രണ്ടിൽ ഇവിടെ ഒരു ബമ്പറിൻ്റെ അവിടെയും ഓപ്പോസിറ്റ് സൈഡിലും 2 ക്യാമറയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മുടെ ട്രക്കിൻ്റെ ബാക്ക് എൻഡ് വരുന്ന ബൂട്ടിലും ഇവിടെ ഒരു ക്യാമറയുണ്ട്. സോ ഈ വണ്ടിയിൽ അങ്ങനെ ടോട്ടൽ 4 ക്യാമറയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നോർമൽ ടെസ്ലയിലൊക്കെ 3 വരാറുള്ളൂ, ഇതിലെന്താ 4 എന്ന്? ഉണ്ട്. ഇത് നമുക്ക് പുള്ളിക്കാരൻ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ഫ്രണ്ടിലൂടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇങ്ങനെ തേരാപ്പാരാ നടക്കുന്നത്, എന്നാൽ വണ്ടിക്ക് എത്ര ലെങ്ത് ഉണ്ട്, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഇവിടെ ആയിട്ട് പുള്ളിക്കാരൻ ഒരു ക്യാമറയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ നോർമൽ ഇപ്പം ബാക്കിൽ കിടക്കുന്ന നിങ്ങൾക്ക് കാണാം ഒരു ടെസ്ല 3Y കിടപ്പുണ്ട്, 3X 3Y അങ്ങനെ മോഡൽസ് കിടപ്പുണ്ട്. സോ അതിൽ ഫ്രണ്ടിൽ ക്യാമറ ഇല്ല, പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ സെക്യൂരിറ്റി ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്തിടാൻ പറ്റും. ഇൻറ്റീരിയർ ഞാനത് ഇൻറ്റീരിയർ കാണിക്കുമ്പോൾ ഞാനത് വീഡിയോ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ഇതിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ഈ ക്യാമറ റെക്കോർഡിംഗ് ആയിരിക്കും. അപ്പം നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോയാലും ആരെങ്കിലും വന്ന് തട്ടിയാലും നമുക്ക് പ്രോപ്പർലി അത് കംപ്ലീറ്റ്ലി റെക്കോർഡിംഗ് ആയിരിക്കും. സോ ഇത് ഇത്രയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാണിച്ചു തരാം. ടെക്നിക്കലി ഇതൊരു ട്രക്കാണെങ്കിലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് ഞാൻ ട്രക്കായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. ബിക്കോസ് ഇത് എനിക്ക് പറയാനുള്ളത് കുറച്ച് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്നൊരു സൂപ്പർ കാർ, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബൂട്ട് തുറക്കാനായിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത്. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്, കംപ്ലീറ്റ്ലി തുറന്നു വരും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ അടുത്തൊരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. കണ്ടോ? സോ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. കയറി നിൽക്കാനാണെങ്കിലും നല്ല സ്ട്രോങ്ങും ഫുള്ളി ഒപ്റ്റിമൈസ്ഡും ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് ഏകദേശം എത്ര കിലോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അത്യാവശ്യം നല്ല വെയിറ്റ് വരെ ഇതിൻ്റെ അകത്ത് താങ്ങാൻ പറ്റും. ഇതിൽ മണ്ണും ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ടെസ്ല തന്നെ ഒഫീഷ്യലി റിലീസ് ചെയ്ത പല വീഡിയോസും ഉണ്ട്. ബട്ട് സീരിയസ്ലി എനിക്കിതൊരു ട്രക്കായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സ് വരുന്നില്ല. കാരണം എൻ്റെ ഫേവറേറ്റ് ട്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഓടിച്ചിട്ടുള്ളതും എൻ്റെ ഫേവറേറ്റ് ട്രക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാമിൻ്റെ 2500 മോഡലും പിന്നെ ക്ലാസിക് ഉണ്ട്, ക്ലാസിക് എനിക്ക് ഇഷ്ടമാണ്. ബട്ട് എങ്കിലും അത് കഴിഞ്ഞ് ഫോർഡ് F-150 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സോ അത് വെച്ച് നോക്കുമ്പം ഇത് എനിക്കൊരു ട്രക്കായിട്ട് കൺസിഡർ ചെയ്യുന്നതിൽ എത്രത്തോളം ഹാപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ള വണ്ടിയിലൊന്നും നമുക്ക് കിട്ടാത്തൊരു കാര്യമാണ്, നമുക്ക് ഇവിടെ 3 പിൻ പോർട്സ് ഉണ്ട്. സോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത്, എക്സ്ട്രാ ടെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് കറണ്ട് യൂസ് ചെയ്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. എസ്പെഷ്യലി ഈ ഒരു പ്ലഗ് പോർട്ട് എന്ന് പറയുന്ന കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നോർമലി ഒരു എക്സ്ട്രാ സ്പേസ് വരേണ്ടതാണ്. അത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മോഡലേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല. സോ കാരണം എനിക്കിത് ഓടിച്ചിരിക്കുന്ന സൈബർ ട്രക്ക് എന്ന് പറയുന്ന 2025 മോഡലാണ്. സോ അതിൻ്റെ അകത്ത് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ലിറ്ററലി ഡോണ്ട് നോ. ബട്ട് സീരിയസ്ലി ഇത് ബാക്ക് ഭയങ്കര കിടിലാണ്. പിന്നെ ജസ്റ്റ് ടോപ്പ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഫുൾ ലെങ്ത്തിൻ്റെ ഒരു എന്താ പറയുക സൺറൂഫ് എന്ന് പറയാം. ഓപ്പൺഡ് അല്ല, ബട്ട് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സൺറൂഫാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. കാരണം ഞാനിതിൽ കുറച്ച് കൊട്ടിയും ഇരുന്നുമൊക്കെ നോക്കിയതാണ്. സോ ഇത് സൂപ്പർ സ്ട്രോങ് ആണ്. സോ ഇത് ഇത്രയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ എക്സ്റ്റീരിയേഴ്സ്. ഇനി ഇതുപോലെ തന്നെ ഈ വണ്ടിക്ക് ആസ് യൂഷ്വൽ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഹുഡ് തുറക്കാൻ പറ്റും. ബൂട്ട് സ്റ്റോറേജ് ഉള്ളതുപോലെ നമുക്ക് ഹുഡ് തുറക്കാൻ പറ്റും. ഞാൻ ഹുഡ് കൂടെ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ നമുക്ക് ഫ്രണ്ടിലും അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട്. നിങ്ങളിപ്പോൾ ലോങ് റൈഡ് പോകുന്നവരൊക്കെയാണ് അത്യാവശ്യം ഇപ്പം എസ്പെഷ്യലി എൻ്റെ കേസ് ഞാൻ പറയാം, ഞാനും അരവിന്ദും ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എസ്പെഷ്യലി വിത്ത് അവർ വൈഫ് നമുക്ക് ഏറ്റവും ഭയങ്കര ഒരു കൺസേൺ ആണ് സ്നാക്സ്. എവിടെയെങ്കിലും നിർത്തുമ്പോൾ സ്നാക്സ് എല്ലാം കൂടെ എടുത്ത് പൊതിഞ്ഞിട്ട് ബൂട്ടിലിടുക, അത് തുറക്കാതെ ഭയങ്കര മെനക്കെടാം. ഇതാകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബാഗിലോ എന്തെങ്കിലും നമ്മുടെ എന്തായാലും ചെറിയ ബാഗ്സ് എടുക്കും, ഹാൻഡ് ബാഗ്സിൽ അത്യാവശ്യം കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് മേക്കപ്പ് ഐറ്റവും പരിപാടികളായാലും അതെല്ലാം നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ ഇരുന്ന് ഇപ്പം ഒരു ബീച്ച് സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ കംഫർട്ടബിളായിട്ടിരുന്ന് നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനൊരു ചായയൊക്കെ കുടിച്ച് കോഫിയൊക്കെ ഉണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ചാൽ കോഫിയൊക്കെ കുടിച്ച് ഒരു വൈബാണ്. കാരണം ബൂട്ടിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് എനിക്കറിയാം. കാരണം ഫുൾ ടൈം വണ്ടി മീൻസ് ട്രക്കിൻ്റെ കേസാണെങ്കിൽ നമുക്ക് താത്തിട്ടിരിക്കാം. നമ്മുടെ കാറിലൊക്കെ ആണെങ്കിലും തുറന്നിടുക, അപ്പം എന്തെങ്കിലും എന്താ പറയുക ഭയങ്കര തണുത്ത കാറ്റൊക്കെ അടിക്കും. ഇപ്പം അകത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ഇതിപ്പം എന്താ പറയുക അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഹീറ്റഡ് കൺട്രോൾ സീറ്റ്സും പരിപാടികളുണ്ട്. ഞാനത് കാണിച്ചു തരാം ഇൻറ്റീരിയറിലേക്ക് പോകും. സോ എന്താ പറയുക ചിൽ വൈബായിട്ടിരുന്നിങ്ങനെ ഒരു സൺറൈസൊക്കെ കണ്ട് ഇല്ലെങ്കിൽ ഒരു സൺസെറ്റൊക്കെ കണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് നല്ലൊരു പ്രോപ്പർ വൈബ് തന്നെയാണ്. ഇങ്ങനെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്പേസും തന്നെയാണ്.
വാഷർ ഫ്ലൂയിഡ് ഇവിടെയാണ്. നിങ്ങൾക്ക് ടെക്നിക്ക് ആർക്കെങ്കിലും പുതിയ നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കുമായിരിക്കും, അപ്പം ഈ വണ്ടിയിൽ നിങ്ങൾ എങ്ങനെ വാഷർ ഫ്ലൂയിഡ് ഒഴിക്കും? ഇവിടെയാണ് അത് വാഷർ ഫ്ലൂയിഡ് ഒഴിക്കുന്നത്. നിങ്ങളെ പേടിക്കേണ്ട, ഫ്രണ്ടിൽ തന്നെ എൻ്റെ കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് അടയ്ക്കാനായിട്ട് ഇതിൻ്റെ എല്ലാം കൺട്രോൾ വരുന്ന ഇൻറ്റീരിയറിലെ ഒരു ടച്ച് സ്ക്രീനിലാണ്. അതിൻ്റെ കൂടുതൽ അത് കുറേ ഉണ്ട്, കുറേ ഫീച്ചേഴ്സ് അതിനെക്കുറിച്ചുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തൽക്കാലം ഇത് അടയ്ക്കാം. ഇപ്പം നമുക്ക് ഇങ്ങനെ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് കാണിക്കും, കാരണം ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ലോക്ക് അടിക്കും. അറിഞ്ഞോളൂ, ലോക്കായി. പിന്നെ ഇതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വെൽഡിംഗ് ആണ്. പ്രോസസ്സ് പറയുമ്പോഴത്തേക്കും ഈ ഒരു എഡ്ജസിൽ വരുന്ന ജസ്റ്റ് 2 മെറ്റാലിക്, ഇത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റൽ ആയതുകൊണ്ട് ഇതിന് നമുക്ക് ബെൻഡ് ചെയ്ത് വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ബെൻഡ് ചെയ്യല്ല, വെൽഡ് ചെയ്യാൻ പ്രോപ്പറായിട്ട് വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ വെൽഡ് ചെയ്താൽ അങ്ങനെ ഇരിക്കത്തില്ല. അപ്പം ഇവരെന്താ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷർ യൂസ് ചെയ്ത് ബെൻഡ് ചെയ്ത് പ്രോപ്പറാക്കി ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ചെറിയ ചെറിയ സ്പേസും ഗ്യാപ്പുകളും ഉണ്ട്, ബട്ട് എങ്കിൽ പോലും ഇത് പ്രോപ്പറായിട്ട് സീൽഡ് ആയിട്ടൊരു വെഹിക്കിളാണ്. ഇപ്പോൾ എൻ്റെ വണ്ടിയിലൊക്കെ ആണെങ്കിൽ എൻ്റെ ഹുഡിൻ്റെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് തന്നിട്ടുണ്ട്. ആ ഹുഡും ബോണറ്റും തമ്മിലൊക്കെ ഉള്ള ഒരു പ്രോപ്പറായിട്ടൊരു സ്പേസ് ബുഷ് അധികം വൃത്തികേട് അറിയാതിരിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നൈസാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ബട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ക്യാമറയ്ക്ക് പുറകിലുള്ള അരവിന്ദിന് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല, ബട്ട് എങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ്. കാരണം കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ്, പരിപാടികളൊക്കെയാണ്, അറ്റൻഷൻ ഗ്രാബറാണ് സീരിയസ്ലി. ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടി എനിക്ക് 2 ദിവസമായിട്ട് കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ഏതൊരു മേജർ ക്രൗഡുള്ള സ്ഥലത്തേക്ക് പോയാലും ആൾക്കാർ നോക്കും ഈ വണ്ടിയിൽ. കാരണം ഈ വണ്ടിയിൽ നമുക്ക് ഹൈറ്റ് വരെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും നോർമൽ ഹൈറ്റിലാണ് കിടക്കുന്നത്. ഞാനത് ഇന്നെ ഹൈറ്റ് പൊക്കി എല്ലാം കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. നമുക്ക് അത്യാവശ്യം ഓഫ് റോഡും ഇല്ലെങ്കിൽ കാനഡയിൽ അത് എത്രത്തോളം യൂസ് ആണെന്ന് അറിയില്ല, ബട്ട് ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ ഈ വണ്ടി വരുവാണെങ്കിൽ അത് യൂസ്ഫുള്ളാണ്. കാരണം ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ റോഡും പരിപാടികളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം സ്പേസ് ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ പ്രോപ്പർ സസ്പെൻഷനും കൂടെ ആണെങ്കിൽ കൂളായിട്ട് പോകാൻ പറ്റുന്നൊരു കാര്യമാണ്. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ആണ്. സോ ഇത് ഇത്രയാണ് പ്രധാനമായിട്ടും എനിക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയറിൽ പറയാനായിട്ടൊരു കാര്യം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഡോർ തുറക്കുന്ന കാണിച്ചു തന്നില്ലല്ലോ, കാണിച്ചു തരാം. നമ്മുടെ ആസ് യൂഷ്വൽ ഇപ്പം എൻ്റെയൊക്കെ വണ്ടിയിലുള്ളതുപോലെ പിടിച്ച് തുറക്കാനായിട്ട് സാധനമൊന്നുമില്ല. സോ ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബാറാണുള്ളത്. പിന്നെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ടെക്നിക്കലി ഇത് നമുക്ക് സെക്യൂരിറ്റി ക്യാമറയായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാമറയെ പറ്റി പറയാത്തത്. നമ്മുടെ ഫിസിക്കലായിട്ട് ടെസ്റ്റിലായിട്ടൊരു കാർഡുണ്ട്. അതാണ് നമുക്ക് കീന് വരം ഫോബ് പോലത്തെ ഒരു കാർഡാണ് ഉള്ളത്. ആ കാർഡ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ മിഡിലിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആവും. കാർഡില്ലെങ്കിൽ എന്നെ പോലെ ഇപ്പം ഫോണിലാണ് അതിൻ്റെ ആക്സസ് ഉള്ളതെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബ്ലൂടൂത്ത് വഴിയായിരിക്കും ഇത് കണക്റ്റഡ്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സാധനം തുറന്നും വന്നു. ഇതാണ് ഗൈസ് ടെസ്ലയുടെ പ്രോപ്പർ ഡ്രൈവർ സൈഡ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ജസ്റ്റ് പ്രോപ്പറായിട്ട് പറഞ്ഞ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഒരു ബാറ്റ് മൊബൈലിൻ്റെ ഒക്കെ പോലത്തെ പ്രോപ്പർ ലുക്കിലുള്ളൊരു സ്റ്റിയറിംഗ് വീൽ. ഇത് കുറച്ച് എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം F1 റേസേഴ്സൊക്കെ ഓട്ടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇത് ഓട്ടിക്കുമ്പോൾ. നമ്മുടെ നോർമൽ കാർ ഇതിനെക്കാട്ടിലും ഇത് ഒരു വൈബാണ്. പിന്നെ ഇതിൽ റൈഡ് ബൈ വയറിൻ്റെ വേറൊരു കോൺസെപ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ തിരിക്കുമ്പോൾ തന്നെ ഫ്രണ്ട് വീലും ബാക്ക് വീലും നമുക്ക് അതിനനുസരിച്ച് തിരിയും. അത് നമുക്ക് എസ്പെഷ്യലി നമ്മൾ ലോങ് റണ്ണിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ടേണൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഈ ടയർ ജസ്റ്റ് ഇങ്ങനെ നാക്കി കഴിഞ്ഞാൽ അതങ്ങ് തിരിയും. എൻ്റെ വണ്ടിയിലൊക്കെ ആണെങ്കിലും കണ്ടോ, നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ഡിഫറൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാവും. പിന്നെ ഇത് ആസ് യൂഷ്വൽ ഇൻഡിക്കേറ്റർ ഇടാനുള്ള ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്കും അവിടുത്തെ മിററിലെ ക്യാമറ കാണിക്കും. അങ്ങനത്തെ പരിപാടികൾ. അത് തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഓഫ് ആവും. റൈറ്റിലേക്ക് ഇത് ക്രൂസ് കൺട്രോള്, ജസ്റ്റ് വൈപ്പർ വരാനുള്ളത്. പിന്നെ അതിടുമ്പോഴത്തേക്കും ആ ക്യാമറയുടെ നമ്മുടെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഹുഡിൻ്റെ അടുത്തുള്ള ആ ക്യാമറയും കൂടെ ഓപ്പൺ. അപ്പോൾ നമുക്ക് കണ്ണാടി നോക്കുന്നതിനോടൊപ്പം സൈഡ് വ്യൂവും കൂടെ കിട്ടും. ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് വ്യൂസ് അധികം കുറവാണ്, ബട്ട് ഇതിൽ ആ സൈഡിൽ എൻ്റെ കാറിൻ്റെ ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് പ്രോപ്പർലി കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ബേസിക് ഫീച്ചറാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എല്ലാ ടെസ്ലയിലും ഉള്ളതാണ്. സോ പിന്നെ നമ്മുടെ എയർ ബാഗിൻ്റെ സെറ്റപ്പ് ഇവിടെയുണ്ട്. ഇങ്ങനെ ഓൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു സാധനവും കിട്ടും. ബേസിക് സ്റ്റഫ്, ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. ഇതിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലെ ബോണറ്റ് അടയ്ക്കാം. സോ അടയ്ക്കാനായിട്ടാണെങ്കിലും ബോണറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലോസ്, സിമ്പിൾ. പിന്നെ ഇതിൽ വരുവാണെങ്കിൽ ഇവിടെയുണ്ട് ഹസാർഡിൻ്റെ ബട്ടൺ. പാർക്കും പരിപാടികളും എല്ലാം ഇവിടെയുണ്ട്. ന്യൂട്രൽ കണ്ടോ, ഇത് ഒരു സെറ്റിങ്സ് ആണ്. നമുക്ക് ഹസാർഡും പാർക്കിങ് റിവേഴ്സും എല്ലാം നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം. ഇതിലല്ലാതെ ടച്ച് സ്ക്രീനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതാണ് നമുക്ക് വരുന്നത്. ഇതിപ്പോൾ റിവേഴ്സ്, പാർക്കിങ്, ഫ്രണ്ട്. ഇതിനനുസരിച്ച് നമ്മുടെ റിയർ വ്യൂ മിറേഴ്സും നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവും എന്നുള്ളതാണ് ഭയങ്കര മനോഹരമായ
ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു തിങ്ങാണ്. അതെൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യം. നമുക്ക് ഇതിലിപ്പം എങ്ങനെ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഫുൾ കൺട്രോൾസ് എങ്ങനെ എടുക്കാൻ നോക്കാം. ഈ സൈഡിലായിട്ടാണ് വരുന്നത്. സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ കൺട്രോൾ സെറ്റപ്പ് ഉണ്ട്. മിററിൻ്റെ ഹൈറ്റ്, സ്റ്റിയറിംഗ് വീലിൻ്റെ ഹൈറ്റ്, ഇതാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, സ്റ്റിയറിംഗ് വീലിൻ്റെ ഹൈറ്റ്. ഇത് അകത്തോട്ട് നീക്കിയാൽ അകത്തോട്ട് താഴുന്നത്, പുറത്തേക്ക് ആവുന്നത്, ബേസിക് സ്റ്റഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ യൂസിന്. ഇതിപ്പം ഞാൻ എൻ്റെ റിവ്യൂ പർപ്പസ് വണ്ടി ആയതുകൊണ്ട് ഞാൻ എൻ്റെ കംഫർട്ടിന് വെച്ചിട്ടുണ്ട്. അല്ലാത്തവർക്ക് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും. ഹൈവേ ഗ്ലൗ ബോക്സ് ഇതാ ഈ സൈഡിലായിട്ടാണ് ഒരു ഗ്ലൗ ബോക്സ് വരുന്നത്. ഈ സൈഡിലായിട്ടാണ് ഒരു ഗ്ലൗ ബോക്സ് വരുന്നത്. ഇത് ക്ലോസ് ചെയ്യാൻ എന്താ ഇത് തന്നെ ക്ലിക്ക് ചെയ്താൽ ക്ലോസ് ആയിക്കോളും. ജസ്റ്റ് ബേസിക്. ബട്ട് കുറച്ച് വിൻഡോസ് ലോക്ക്, കാരണം ചൈൽഡ് ലോക്കൊക്കെ വേണമല്ലോ. ചൈൽഡ് ലോക്ക് ഓൺ ചെയ്തിട്ട് പിന്നെ ബാക്ക് ഡോറിലെ വിൻഡോസ് ആർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഫീച്ചേഴ്സാണ്. ഡൈനാമിക് വരുമ്പോഴത്തേക്കും ഡ്രൈവിംഗ് മോഡും കസ്റ്റം പരിപാടികളും വരുന്നത്. ഓഫ് റോഡ് ഉണ്ട്, കസ്റ്റം ഞാനിപ്പോൾ എൻ്റെ പ്രിഫറൻസിന് ഇതേക്കാം. നമുക്ക് സ്പോർട്സ് സെറ്റിന് ഓടിച്ചു നോക്കാം. സ്പോർട്സ് എന്ന് വെച്ചാൽ ഫുള്ളി പവേർഡ് ആയിരിക്കും വണ്ടി. ചവിട്ടിയിൽ ആ രീതിക്ക് പോകും. ഞാൻ സ്പോർട്സ് ഇട്ട് ഹൈവേ കയറിയതാണ്, ഞാൻ കാണിച്ചു തരാം. ഇനി ടോവിങ് ആണെങ്കിൽ സ്പീഡും കാര്യങ്ങളും, ചാർജിങ് ഇപ്പോൾ വണ്ടിക്ക് 57% ഈ 80 ആകുമ്പോഴത്തേക്കും നിർത്തിയിട്ട് പിന്നെ പതുക്കെ കയറും. അത് ബാറ്ററിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഔട്ട്ലെറ്റ്സ് മോഡ്സ് വരുവാണെങ്കിൽ എവിടെയൊക്കെ ഔട്ട്ലെറ്റ് ഉണ്ട്, ഇതിൻ്റെ ഇവിടെയൊക്കെ ഞാൻ ചാർജിങ് പോർട്ടുണ്ട്, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പ്ലഗ് പോയിൻറ്റും പരിപാടികളുണ്ട്. നമുക്കതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം, എത്രത്തോളം കറണ്ട് അതിൽ നിന്ന് കിട്ടും എന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങളാണ്. ഓട്ടോ പൈലറ്റ് ഇത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഒട്ടിച്ച് നോക്കുന്നതാണ്. കാരണം നാട്ടിൽ ഓട്ടോ പൈലറ്റ് വരില്ല എന്നൊക്കെ കുറേ റൂമേഴ്സ് ഉണ്ട്. സോ ഓട്ടോ പൈലറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ് ബേസിക് ലോക്കാണ്. കാരണം ഇതിപ്പം എൻ്റെ ഫോണാണ് കീ കാർഡിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അത് ബ്ലൂടൂത്ത് വഴിയാണ്. എൻ്റെ പ്രൊഫൈലുണ്ട് സൈബർ ട്രക്കിൻ്റെ ആപ്പ് വഴി. സോ ഇത് നമ്മുടെ ഫ്രണ്ടിലെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് ഫുൾ. എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ഹെഡ്ലൈറ്റൊക്കെ ഇട്ടിരിക്കണം. സീറ്റ്സ് ഹീറ്റഡ് സീറ്റ്സും പരിപാടികളും ഉണ്ട്. സോ ഫ്രണ്ടിൽ 2 ബാക്കി 2, മിഡിൽ സീറ്റിൽ. ടെക്നിക്കലി ഇതൊരു 5 സീറ്റർ വണ്ടിയാണെങ്കിൽ കൂടി 4 സീറ്റിലെ ഹീറ്റഡ് സീറ്റ്സ് ഉള്ളൂ. സോ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നടുക്ക് ഉള്ള സീറ്റിൽ അധികം ഹീറ്റഡ് സീറ്റ്സിൻ്റെ ആവശ്യമില്ല. ഡിസ്പ്ലേ ഇത് ടെക്നിക്കലി ഇപ്പം ഞാൻ ലൈറ്റിലാണ് ഇട്ടേക്കുന്നത്. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഡാർക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗ്ലെയറും പരിപാടികളും വരും. സോ ഞാൻ ലൈറ്റ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ്. ബട്ട് ഡാർക്ക് ഇട്ടാലാണ് നമുക്ക് ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ കൂടെ ഈ ഡാർക്ക് ആകുമ്പോഴേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും പരിപാടികളും അഡ്ജസ്റ്റ് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാം. നമുക്ക് ഈ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാനഡയിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. വിൻ്റർ വരുന്ന സമയത്ത് കാനഡ എന്നല്ല, മെയിനായിട്ട് യൂറോപ്യൻ കൺട്രീസിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഭയങ്കര തണുപ്പും വിൻ്ററും ആയിട്ടുള്ള സമയത്ത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഈ മഞ്ഞ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്, ഭയങ്കര മെനക്കെട്ടുള്ളവർ. ഒരു 8 മണിക്കൊക്കെ തുടങ്ങുന്ന 8 മണിക്ക് തുടങ്ങുന്ന ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ നമ്മളൊരു 7:30 ഇറങ്ങേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം രാവിലെയൊക്കെ നല്ല മഞ്ഞുള്ള ടൈമാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് വിൻ്റർ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. സോ അതിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാട് തന്നെയാണ്. ആ സമയത്ത് നമ്മളിതിൽ ടൈം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം 8 മണിക്ക് പോകാനുള്ള ഒരാൾ 7:45 ആകുമ്പോഴത്തേക്ക് ടൈം സ്ലോട്ട് ചെയ്തിട്ട് ഇന്ന സീറ്റ്സും വണ്ടി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫുൾ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ ഈ ടെക്നിക്കലി ഇതെല്ലാം ഗ്ലാസ് കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉരുകിയും ഇറങ്ങും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കയറി എടുത്തുകൊണ്ട് വണ്ടി അങ്ങോട്ട് പോകാമെന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. സേഫ്റ്റി വരുവാണെങ്കിൽ മറ്റേ സേഫ്റ്റി സെൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ജസ്റ്റ് സർവീസ് ആയിട്ടുള്ള ടയർ പ്രഷർ 49 PSI ജസ്റ്റ് 40 മിനിറ്റ് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ളതാണ്. യൂഷ്വലി 50 ആണ് വേണ്ടതെന്നുള്ള രീതിയിൽ റെക്കമെൻഡഡ് പറയുന്നത്. കുറച്ച് കുറവാണ്, അത് കുഴപ്പമില്ല. നമ്മൾ കുറച്ച് റഫായിട്ട് യൂസ് ചെയ്തതിൻ്റെയൊക്കെയാണ്. സർവീസിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള മാനുവലും കാര്യം നമ്മൾ ബുക്കൊന്നും കൊണ്ടു നടക്കേണ്ട, എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയുള്ള. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗെയിമൊക്കെ കളിക്കാം. സോഫ്റ്റ്വെയർ പിൻ നമ്പർ കവർ ചെയ്യണം. കാരണം പിൻ നമ്പർ വണ്ടിയുടെ ഒരു ഭയങ്കര ഈ എന്താ പറയുക, ആധാർ കാർഡ് എന്നൊക്കെ പറയില്ലേ ഇന്ത്യയിൽ, ആ ഒരു സെറ്റപ്പ് വണ്ടിയുടെ പിൻ നമ്പർ എന്ന് പറയുന്നത്. അത് ഷെയർ ചെയ്യാൻ പാടില്ല. വണ്ടിയുടെ ഫുൾ കേപ്പബിലിറ്റി പാക്കേജിലുള്ളത്. ഇത് നമുക്ക് ഫുൾ കേപ്പബിലിറ്റി ഒക്കെ വേണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് കുറച്ച് ഫീച്ചേഴ്സ് എക്സ്ട്രാ വാങ്ങിക്കണം. അപ്പം അത് എല്ലാം ഉള്ളൊരു വണ്ടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നാവിഗേഷൻ, നമ്മുടെ ഓട്ടോമാറ്റിക് നാവിഗേഷൻ, ട്രിപ്പ് പ്ലാനർ, ബേസിക് സ്റ്റഫ്. ഇത് നമ്മുടെ ഗൂഗിൾ മാപ്സിലൊക്കെ ഉള്ളതുപോലെ ഫെറി, അബോർഡ് ഹൈലൈറ്റ്, സ്റ്റോൾസ്, ബേസിക് സ്റ്റഫ്. ട്രിപ്പ് ഇത് നമ്മൾ കറൻ്റ് അവസാനം എടുത്തുകൊണ്ട് പോയ സമയത്തുള്ള ട്രിപ്പ്, മറ്റേ ഓഡോമീറ്റർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെയിം തിങ് ആണ്. ഇത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത്. വൈഫൈ ഉണ്ട്, നമുക്ക് വൈഫൈ കണക്ട് ചെയ്ത് വീട്ടിലൊക്കെ വരുന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ബ്ലൂടൂത്താണ് എൻ്റെ ഫോണിലാണ് ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ നമുക്കൊരു ആൻഡ്രോയിഡ് കൺസോൾട്ടുണ്ട്. ഇത് വണ്ടിയുടെ എയർ വെൻറ്റും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതാണ്. ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഈ വഴി കാറ്റ്, ഈ ഒരു വഴിയാണ് നമുക്ക് ഫുൾ കാറ്റും പരിപാടികളൊക്കെ വരുന്നത്. നമുക്കിത് കൺട്രോൾ ചെയ്യാം. നമുക്ക് നോർമലി മറ്റേ തിരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നവരെ ഇത് നമുക്ക് എഴുതാം. ഓട്ടോയിലായിട്ടേക്കുന്ന നമുക്ക് ഏത് രീതിയിൽ വരണം എന്നുള്ള ബേസിക് സ്റ്റഫ്. ബാക്കിലും നമുക്ക് AC കൺട്രോൾ ചെയ്യാം, ഇതുവഴി തന്നെ കൺട്രോൾ ചെയ്യാം. ബാക്കിൽ പോകുമ്പോൾ ഞാൻ അതും പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവിടെ വരുവാണെങ്കിൽ മാപ്പ്, ഇതിൽ തന്നെ ഒരു ഇൻബിൾട്ടായിട്ട് ആപ്പിൾ മാപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതുണ്ട്. ടെസ്ലയുടെ ചാർജർ ഇവിടെ ഉണ്ട് എന്നുള്ള ബേസിക് സ്റ്റഫ്.
20 എണ്ണമുള്ളതിൽ 16 ഇപ്പോൾ ആരൊക്കെ യൂസ് ചെയ്യാണ്. സൂപ്പർ ചാർജറാണ്. ജസ്റ്റ് സിമ്പിൾ ബേസിക് സ്റ്റഫ്, ടെസ്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർപ്ലേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫോൺ കോൾസ് എല്ലാം ഇതുവഴി സംസാരിക്കാം. ഇനിയും വരുന്നു ഇത് നമ്മുടെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്യാമറകളെല്ലാം ഇത് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, റിയർ. ഫ്രണ്ടിൽ ക്യാമറയും കൂടെ കാണുമല്ലോ. ഫ്രണ്ടിൽ ഉള്ളത് മറ്റേതിൽ മാത്രമേ കാണുള്ളൂ എന്ന് തോന്നുന്നു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ മേളിൽ ഒരു വൈപ്പർ പോലത്തെ വെള്ളമടിക്കുന്ന സാധനമുണ്ട്. ചെളിയൊക്കെ വരുന്ന സമയത്ത് നല്ല വൃത്തിയായിരുന്നു കേട്ടോ. അതൊന്ന് കഴുകി വൃത്തിയായി കിട്ടും. നല്ലൊരു പരിപാടിയാണ്, ടെക്നിക്കലി നല്ലൊരു പരിപാടിയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഫീച്ചേഴ്സാണ് ഉള്ളത്. നമ്മുടെ ഈ ഒരു സ്റ്റഫിൽ കുറേ കാര്യങ്ങൾ തന്നെ, എനർജി, ടോയ് ബോക്സ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. തിയേറ്റർ ഉണ്ട്. നമ്മൾ വണ്ടി ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ പാട്ടൊക്കെ പ്ലേ ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റിയറിംഗ് ലോക്കാം. കാരണം അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പാടില്ല ടെക്നിക്കലി. നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ തന്നെ പ്ലേ ചെയ്യാം. സോ ഇതുവരെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് പറ്റുവാണെങ്കിൽ ബെല്ലൈക്കൻ കൂട്ടി അടിക്കുക. നമ്മുടെ അടുത്തിരുന്ന വീഡിയോസൊക്കെ കാണാം. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വണ്ടി എടുക്കാൻ പോയതാണ്. ആർക്കേഡ് ഉണ്ട്, ബേസിക് ഗെയിമുണ്ട്. നമുക്ക് ഒരു ഗെയിം ചുമ്മാ ട്രൈ ചെയ്യും. ഇപ്പം നമ്മൾ ചുമ്മാ ചാർജിങ്ങിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ചുമ്മാ ഇരുന്ന് നമ്മളിങ്ങനെ വെറുതെ ഭയങ്കര ഓറടിച്ചിരുന്ന സമയത്തില്ലേ, ഇതുപോലെ ചാർജ് ചെയ്തിരുന്ന സമയത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേരൊക്കെ ആയിട്ട് ട്രാഫിക്കിൽ ഇരിക്കുന്ന സമയത്ത് 1 പ്ലെയർ ഇടുക, നമുക്ക് USB കൊടുക്കുക, ആളെ സെലക്ട് ചെയ്യുക. ഇതൊരു ഫണ്ണിയാണ്. വണ്ടി ഓടിക്കുമ്പോൾ കളിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പെർഫോമൻസ് കുറച്ച് വിഷയമായിട്ട് കളിക്കാൻ വിചാരിച്ചു. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇങ്ങനെ ഫ്രീ ടൈമിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. പിള്ളേരൊക്കെ ഉള്ള സമയത്ത്, ചാർജ് ചെയ്യുന്ന സമയത്ത് പിള്ളേരെ കളിക്കാൻ വിട്ടു കൊടുത്താൽ മതി. അപ്പോൾ അവർ വലിയ സ്ട്രെസ്സൊന്നും ഇല്ലാതെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം മതി. സോ ഇതാണ് നമ്മുടെ ബാക്ക് സീറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എനിക്കൊരു 6 ഫീറ്റ് ഹൈറ്റാണ്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരുന്ന് പോകാം. പിന്നെ ബാക്കിൽ നമുക്ക് ഒരു ഫുള്ളി കൺട്രോൾഡ് ആയിട്ടൊരു ഡിസ്പ്ലേയും കൂടെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 5 ഇഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഫ്രണ്ടിലുള്ള സെയിം ബേസിക് കൺട്രോൾ, ബാക്കിലെ എയർ സിസ്റ്റം കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇത് ഓഫ് ചെയ്തിടാം കംപ്ലീറ്റ്ലി. ഹീറ്റഡ് സീറ്റ്സ് ബാക്കിലത് ഇതിൽ കൺട്രോൾ ചെയ്യാം. ഫ്രണ്ടിലത് ഫുള്ള് നമുക്ക് ഫ്രണ്ടിലെ ടാബിലേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മ്യൂസിക് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം. ഗെയിം ഇതിൽ കളിക്കാം. മറ്റേ USB കണക്ട് ചെയ്ത് ഗെയിം കളിക്കാം. ബേസിക് ആയിട്ടുള്ള സ്റ്റഫ് ഇതിലും ഉണ്ട്. നമുക്ക് ഈ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ പരിപാടികൾ. പക്ഷേ സീരിയസ്ലി എക്സ്പീസ് പറയുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം ഇതിൽ നിന്നിട്ട് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് കയറുമ്പോഴത്തേക്കും എനിക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വണ്ടി കുറച്ച് ദിവസം വണ്ടിയിലുണ്ടായിരുന്നു. ഓടിച്ചിട്ട് ഞാൻ ആ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും ആ ഡിഫറൻസ് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റി. പിന്നെ ഇവിടെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് മറ്റേ കോട്ടൊക്കെ തൂക്കിയിടുന്ന, ഹാങ്ങറിൽ തൂക്കിയിടുന്ന സെറ്റപ്പ് ഉണ്ട്. സോ ഇപ്പുറത്ത് പറഞ്ഞുണ്ട്. സീറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നടുക്കുള്ളൊരു ഡിവിഷൻ കപ്പ് ഹോൾഡർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. എനിക്കിഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം ലെതർ സീറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. സീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുക, നോർമൽ ട്രക്കിൽ ഇല്ലെങ്കിൽ എൻ്റെ കാറിലൊക്കെ ഉള്ളതുപോലത്തെ അല്ല, നല്ല പ്രോപ്പർ പ്യുവർ ഫീച്ചേഴ്സാണുള്ളത്. ഇതിൻ്റെ അടിയിലേക്ക്, ടെക്നിക്കലി ഇതിൻ്റെ അടിയിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റും എയർ വെൻറ്റും പരിപാടികളൊക്കെ തന്നിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. സൂപ്പർ കംഫർട്ടബിളാണ്. മേളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന സൺറൂഫ് എന്ന് പറയാം. ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെളിച്ചം കയറാതെ നമുക്ക് പോകുന്ന സമയത്ത്, ഇപ്പം എന്തെങ്കിലും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അധികം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞൊരു കാര്യം, ടെക്നിക്കലി ഇതിൻ്റെ അകവും പുറവും ഒക്കെ മെറ്റലും ഗ്ലാസ്സും ഒക്കെ ആയതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഫിംഗർ പ്രിൻറ്റ്സിന് അട്രാക്റ്റീവ്. നമ്മൾ ഇവിടെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ തൊടുന്ന പാട് അതിൽ കിടക്കും. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഓട്ടോ പൈലറ്റൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടേ? കമോൺ, നമുക്ക് ഇനി ഓടിച്ച് നോക്കാം. ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ് ഇറങ്ങാൻ പറ്റുന്നത്. അത് ഞാൻ പറയാൻ മറന്നു. ഡോർസ് ഓൾമോസ്റ്റ് 90 ഡിഗ്രി തുറക്കുന്നതുകൊണ്ട് ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഇറങ്ങാൻ പറ്റും. കണ്ടോ, ഇവിടെ നിന്നാൽ എന്നെ ഇങ്ങനെ കാണാം നിങ്ങൾക്ക്. സോ ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറയാൻ പറഞ്ഞു, ഇതിൻ്റെ റിയർ വ്യൂ മിററിൽ കൂടെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫാണ്. ടെക്നിക്കലി എനിക്ക് ഇതിൽ കൂടെ ചെറിയൊരു ഇത് മാത്രമേ കാണാം. ഞാൻ ക്യാമറ സെറ്റ് ചെയ്യുന്നത് മാത്രമേ എനിക്ക് അധികം തന്നെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിലെങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇപ്പോൾ പാർക്കിലിട്ടേക്കുക, ഡ്രൈവിങ്ങിൽ ഇടുമ്പോഴത്തേക്കും ബാക്കിലെ ക്യാമറ ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും. സോ ടെക്നിക്കലി ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഓട്ടോ പൈലറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകും. നമ്മുടെ വണ്ടി ഡ്രോപ്പ് ചെയ്യേണ്ട ഇവിടെയാണ്. സോ ടെക്നിക്കലി എനിക്ക് ഇവിടെ നിന്ന് ഒരു 4 മിനിറ്റ് ഓട്ടോ പൈലറ്റാണ്. റൈറ്റും ലെഫ്റ്റും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ നോക്കുക. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി.
വണ്ടി ഫുൾ തന്നെ ചെയ്തോളും, നമ്മളൊന്നും ചെയ്യേണ്ട. ഞാനിപ്പോൾ ഇതിലൊന്നും ചെയ്യുന്നില്ല, ബ്രേക്കും ആക്സിലേറ്ററും ഒന്നും ചവിട്ടുന്നില്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. എത്രത്തോളം ഓട്ടോണമസ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ച് ഒരു അവയർനെസ് വേണം. ഓക്കെ, വണ്ടി പോവുകയാണ് എന്നുള്ള മാപ്പിൻ്റെ ഓട്ടിയോ. ഓക്കെ, ഞാൻ മാപ്പിൻ്റെ ഓഡിയോ കുറച്ചിട്ടുണ്ട്, പിന്നെ ശബ്ദം കേൾക്കത്തില്ല. എന്നാലും ഇപ്പം റെഡ് സിഗ്നലും വരും. ഇപ്പം ഇൻഡിക്കേറ്ററൊക്കെ അതായിട്ട് തന്നെ ഇട്ടതാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ടെക്നിക്കലി ഫ്രീ റൈറ്റ് ആണ്, പോകുമോയെന്ന് നോക്കാം നമുക്ക്. വണ്ടി ചവിട്ടി നിർത്തിയിരിക്കുവാണ്. ഇത് ഫ്രീ റൈറ്റ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഫ്രീ റൈറ്റ് നിർത്തി പതുക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. വണ്ടി 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 എനിക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അതിനൊരു കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിലാണ് പോകുന്നത്. ഇതാ കണ്ടോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആക്സിലേറ്ററും ബ്രേക്കിലും ഞാൻ പേടിച്ച് ചവിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വെച്ചിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും പ്രോപ്പറായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് ചവിട്ടിപ്പോയി. ഇപ്പം സ്പീഡ് വാർണിംഗ് 60 ആണ്, ഇത്രയിലൊക്കെയാണ് പോകുന്നതെന്നുള്ള എല്ലാം കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ടു അപ്ലൈ സ്ലൈറ്റ്ലി ടു ടേൺ, കുറച്ചൊന്ന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഒന്നുകൂടെ ഓട്ടോ പൈലറ്റ് ഓൺ ചെയ്തു, കാരണം നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് അത് ഡിസെൻഗേജ് ആയി എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇതും നമുക്ക് നോക്കാം, ഫുള്ളി കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോർഷയുടെ ഷോറൂം ഉണ്ട്. അവസരം കിട്ടുവാണെങ്കിൽ നമ്മൾ പോർഷയും റിവ്യൂ ചെയ്യാനൊക്കെ വരും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് സബ്സ്ക്രൈബ് കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞാൻ കമ്പൽ ചെയ്യുന്നില്ല. ടോട്ടലി അപ് ടു യു ആണ്. പിന്നെ റൈറ്റൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ത് ചെയ്യണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ട്. ഗ്രീനായി ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി വളഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. 2 കാലും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവിടുന്ന് വണ്ടി വന്നു, വണ്ടി ഡിറ്റക്റ്റ് ചെയ്തു. സിഗ്നലുണ്ട് അവിടെ നിന്നൊരു കാറ് വരുന്നു. അത്ര ദൂരത്ത് നിന്ന് ഒന്ന് ഡിറ്റക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. എന്നാലും എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ 4 സൈഡ് ഒന്ന് നോക്കി പോകുന്നുണ്ട്. കാരണം റിവ്യൂവിന് വന്ന വണ്ടി എന്നും പറഞ്ഞ് നമ്മൾ വണ്ടി ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതുപോലെ അടുത്ത വണ്ടി വരുമ്പോഴത്തേക്കും അവർ റിവ്യൂവിനും പരിപാടിക്കൊന്നും തരത്തില്ലല്ലോ. അത്രേ ഉള്ളൂ. റൈറ്റ് ലൈൻ എക്സിറ്റ് ആണ്, നമുക്ക് ഇവിടെ നിന്ന് അടുത്ത എക്സിറ്റ് എടുക്കണം. ഫ്രീ റൈറ്റ് ആണ്, അപ്പം ടെസ്റ്റിൽ ഫ്രീ റൈറ്റും എടുക്കും, അതെനിക്ക് മനസ്സിലായി. സോ അത് ഭയങ്കര വലിയൊരു എന്താ പറയുക, എനിക്ക് പുതിയൊരു അറിവായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ചെയ്തപ്പോഴൊന്നും ഓട്ടോ പൈലറ്റ് അങ്ങനെ ഞാൻ ഓടിച്ചിട്ടില്ല. ഇതിപ്പോൾ ഗ്രീനാണ്, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. സോ ഇത് സ്ലോ ഡൗൺ ചെയ്തു. നല്ല ഹെവി ടേൺ ആണ്, പുട്ടുപോലെ വണ്ടി തിരിഞ്ഞു. ഓട്ടോ പൈലറ്റ് ഇട്ടേക്കാണ്, സെൻസിറ്റീവ് ഹൈയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ എന്താ പറയുക ഓൺ റോഡ് വിഷ്വൽസ് എടുക്കാനായിട്ട് അരവിന്ദ് ജിഷ്ണുവിൻ്റെ കൂടെ ഉണ്ട്. സോ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല. മറ്റേ നോർമലി മോണിറ്റർ ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ സിഗ്നൽസ് വരെ കംപ്ലീറ്റ്ലി മീൻസ് ഡിറ്റക്ട് ചെയ്യും. അതായത് ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ക്രൂസ് കൺട്രോൾ ഇട്ട് പോകുന്ന പോലെ അല്ല ഇതിൽ നമ്മൾ ഫുള്ളി ഓട്ടോ പൈലറ്റ് ഇട്ട് പോകുന്നത്. ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാമോ എന്നറിയില്ല, ഇതിലിപ്പോൾ പുറത്ത് റെഡ് സിഗ്നലാണ്. അപ്പം ഇതിൽ നമുക്ക് പ്രോപ്പറായിട്ട് അടിക്കും, റെഡ് സിഗ്നലാണ് എന്നും പറഞ്ഞടിക്കും. എൻ്റെ ഒക്കെ വണ്ടിയിലൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടെങ്കിലേ സിഗ്നൽ ആണെങ്കിൽ അല്ലെങ്കിലും വണ്ടി ചവിട്ടത്തുള്ളൂ. സോ നമുക്ക് ഇപ്പം നമ്മൾ ഒരു ഹൈവേ സ്ട്രെച്ച് എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ സ്പോർട്സിലാണ് ഇട്ടേക്കുന്നത്, ആ ത്രോട്ടൽ പുഷ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവുക. വണ്ടിയുടെ സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി പവറിലാണ് പോകുന്നത്. 100 ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്, പക്ഷേ ഇപ്പം അത്യാവശ്യം നമ്മൾ അടിച്ചു, നല്ല സ്പീഡിൽ പോയിട്ടുണ്ട്. പക്ഷേ കൺട്രോൾ ഭയങ്കര കംഫർട്ടാണ്. ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും അത് ഇതിൽ പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്യും. സോ ഗൈസ്, ഇതിൻ്റെ ഡ്രൈവിംഗ് എന്ന് പറയുകയാണ്, ഞാനിപ്പോൾ ഒരു ഹൈവേ കയറി ഇപ്പം കുറച്ച് സിറ്റിയിലേക്ക് പോവുകയാണ്. കാരണം അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്നൊക്കെ പറയുന്നല്ലോ, ഓരോ സൈൻ ബോർഡും ഓരോ ആൾക്കാരും എന്തിന് വണ്ടിയുടെ മുന്നിലുള്ള ഓരോ സ്റ്റോപ്പ് സൈനും ഓരോ ഇതുവരെ പ്രോപ്പറായിട്ട് ഇതിൽ ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേറ്റർ ഇടും. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത്. ഓട്ടോമാറ്റിക് പാർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഞാൻ കയ്യും കാലും ഒക്കെ കെട്ടി നിൽക്കുക. ഇത് ഫുള്ളി ലൈനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാണ് പിടിച്ച് സെൻറ്ററിലാക്കാനൊക്കെ ഇങ്ങനെ വണ്ടി തന്നെത്താനെ ചെയ്യാം. ആ സ്റ്റിയറിംഗ് എല്ലാം കണ്ടോ, എനിക്കിഷ്ടപ്പെട്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു. ഡൺ, കഴിഞ്ഞു. വണ്ടി ലോവറൊക്കെ ചെയ്യുന്നു, സംഗതിയൊക്കെ കഴിഞ്ഞു, എല്ലാം റെഡിയായി. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓട്ടോ പൈലറ്റ് ഫീച്ചർ. അപ്പോൾ നമ്മളിപ്പം വണ്ടിയുടെ ഹൈറ്റ് പൊക്കാൻ പോവുകയാണ്. ഇനി വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഹൈറ്റ് ഞാൻ ഇപ്പം ലോവറിലിട്ടേക്കുന്ന ഹൈറ്റ് ചെയ്യാനാണ് നോക്കും. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ സൈബർ ട്രക്കിൻ്റെ ചെറിയൊരു യൂസർ എക്സ്പീരിയൻസ്, ഇല്ലെങ്കിൽ റിവ്യൂ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കാരണം നമ്മൾ
കുറച്ച് ക്വാളിറ്റി കണ്ടൻറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെയും പറയാം, ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് ഒരു നിഞ്ചയും R1 ഒക്കെ പോകുന്നു. ഇവിടെ ഇപ്പം എന്താ പറയുക, വിൻ്റർ കഴിഞ്ഞ് സമ്മർ ആയതുകൊണ്ട് ഹൈവേ കയറി കഴിഞ്ഞാൽ ബൈക്സിൻ്റെ അയ്യര് കളയാം. സോറി, നമ്മൾ പിന്നെയും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ചെറിയൊരു റിവ്യൂ ആണ്. ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യണമെന്നൊന്നും പറയാനില്ല, അത് ടോട്ടലി അപ് ടു യു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാം. പിന്നെ ഇത് നിങ്ങൾക്ക് സൈബർ ട്രക്ക് നിങ്ങൾ കാനഡയിലുള്ള ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.